എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇപ്പം നമ്മൾ എൻ്റെ ചാനലിൻ്റെ പേര് സിമ്പിൾ കിച്ചൺ, ഷീലാസ് സിമ്പിൾ കിച്ചൺ. അപ്പം നമ്മൾ പാചക സംബന്ധമായിട്ടുള്ളതും പിന്നെ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പം നമുക്ക് കുറച്ച് മെഡിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനും നല്ല ഹെൽത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ആ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണല്ലോ നമുക്ക് BP എന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ ഇപ്പം എല്ലാവർക്കും തന്നെ മിക്ക വീടുകളിലും ഒരാൾക്കെങ്കിലും ബ്ലഡ് പ്രഷർ, ഡയബറ്റിക്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഈ BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷറിനാണ് നമ്മൾ BP എന്ന് പറയുക. അപ്പോൾ ആ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ഒരു തലകറക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം, ബുദ്ധിമുട്ടോ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഒരു BP ഒക്കെ ഒന്ന് നോക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് എങ്ങനെയാണ് BP നോക്കുക, അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇലക്ട്രോണിക് BP ഇൻസ്ട്രുമെൻറ്റിൻ്റെ അത് വെച്ച് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് പ്രഷർ നോക്കുക, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് ഇപ്പം ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിലും ഇപ്പം ബുദ്ധിമുട്ട് ഉണ്ടായില്ലെങ്കിലും നമുക്ക് BP എത്രയാണ് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഡിജിറ്റലായിട്ടുള്ള BP ഇൻസ്ട്രുമെൻറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ് നോക്കുന്ന BP ഇൻസ്ട്രുമെൻറ്റ് അവർ 2 തരത്തിലുണ്ട്. അത് നമുക്ക് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾക്ക് മാത്രമേ ആ സ്റ്റെതസ്കോപ്പ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്താൽ ആ സൗണ്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ ഇലക്ട്രോണിക് BP ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് നമുക്ക് വീട്ടിൽ ആർക്ക് വേണേലും നമുക്ക് സ്വയം ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബോഡി. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ആണ് ബാറ്ററിയുടെ ഇതുണ്ട്. 4 ബാറ്ററിയുള്ള ഇതാണ്. ഇത് പല കമ്പനികളുടേത് കിട്ടാറുണ്ട്, ഓൺലൈനായിട്ടും അല്ലാതെ സർജിക്കൽ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം മിക്ക വീടുകളിലും ഇത് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതൊരു കഫാണ്. അപ്പം ഈ കഫ് നമ്മൾ എയർ ഇതിങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ കഫ്, ഇതിന് കഫ് എന്നാണ് പറയുക, ഇതിങ്ങനെ എയർ ഇൻഫ്ലേറ്റ് ആകുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. അതിലൂടെയാണ് അത് കഴിഞ്ഞ് ഒരു മെഷർമെൻറ്റിൻ്റെ ഒരു ടൈം വരുമ്പോൾ ഇത് വീർത്തിട്ട് പിന്നെ അതിൻ്റെ എയർ ഇൻഫ്ലേറ്റ് ആകും. അത് കഴിയുമ്പോഴാണ് അതിൻ്റെ റീഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വരും. അപ്പം മേലെ വരുന്ന റീഡിങ്ങിന് നമ്മൾ സിസ്റ്റോളിക് എന്ന് പറയും. 2 ഇതായിട്ടാണ് ബ്ലഡ് പ്രഷർ വരുന്നത്. മേലെ ഉള്ളത് സിസ്റ്റോളിക് പ്രഷർ, രണ്ടാമത് ഡയസ്റ്റോളിക് പ്രഷർ. അങ്ങനെയാണ് അതിൻ്റെ നോർമലായിട്ടുള്ള ഇത് വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് സിസ്റ്റോളിക്, ഡയസ്റ്റോളിക്. പിന്നെ പൾസ് റേറ്റ് എത്രയാണെന്നും കൂടി നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ ഇത് തന്നെ വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ പ്രഷർ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നാലും നമുക്ക് ഡൗട്ടാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയി നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഇതിലും അപ്പോൾ ബാറ്ററിയുടെ ഒക്കെ നമ്മൾ നോക്കാനുണ്ട്, ബാറ്ററിയൊക്കെ ശരിക്കാണോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പം വീട്ടിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ഉപകാരം. അതെ. അപ്പം BP മോണിറ്ററിങ് അറ്റ് ഹോം വീട്ടിൽ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കഫ് ഇങ്ങനെ ആദ്യം കെട്ടുവാണ്. കഫ് കെട്ടുന്ന വിധം കാണിക്കാം. ഇതിപ്പം നമ്മൾ ഡ്രസ്സ് കുറച്ചിങ്ങനെ നീക്കി വെച്ച് കെട്ടുന്നതായിരിക്കും ഏറ്റവും നല്ല കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടണമെങ്കിൽ. കഫ് ഇങ്ങനെ കെട്ടുക. ഇതിങ്ങനെ നീണ്ടിട്ടുണ്ട്. നമ്മൾ ടൈറ്റായിട്ടാണ് ഇത് കെട്ടേണ്ടത് കേട്ടോ, ലൂസാകരുത്. നല്ല ടൈറ്റായിട്ട് ഇത് കെട്ടുക. ടൈറ്റായിട്ട് ഇങ്ങനെയാണ് ഇത് കെട്ടേണ്ടത്. അപ്പം ഇതിങ്ങനെ കെട്ടിയിട്ട് ഇത് നമ്മൾക്ക് കൂടുതൽ മറ്റേ BP ഇൻസ്ട്രുമെൻറ്റിനെ പോലെ ഇത് പഠിക്കേണ്ടതാണ്. ഇത് ഇവിടെ ഒരു ഇതുണ്ട്, ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ലെവൽ ഈ കൈയുടെ ഇതുമായിട്ട് ഇങ്ങനെ വരണം. അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം നമ്മളിത് ചെക്ക് ചെയ്യാൻ. ഇത് ചെക്ക് ചെയ്യുന്നതിന് മുൻപ് ബാത്റൂമിൽ പോയി യൂറിനൊക്കെ ഒന്ന് പാസ് ചെയ്ത് വന്നിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കുക, എന്നിട്ട് ടെൻഷനൊന്നും കൂടാതെ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ കഫ് കെട്ടി ഇതെടുക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് റീഡിങ് എറർ കാണിക്കും, അല്ലെങ്കിൽ ഇച്ചിരി കൂടിയൊക്കെ റീഡിങ് കാണിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ വെച്ചു ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്തു. ഇതിപ്പം ഇൻഫ്ലേറ്റ് ആവും. ഈ കഫ് ഇങ്ങനെ ഇപ്പം വീർത്ത് വരും, ഇങ്ങനെ ഇൻഫ്ലേറ്റ് ആവുന്നുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റും.
ഇൻഫ്ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേറ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ റീഡിങ് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇൻഫ്ലേറ്റ് ആകുന്നത് അപ്പം ഞാനിത് പറയാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വീട്ടിലൊക്കെ നോക്കുമ്പോൾ ആർക്കാണോ അത് ചെക്ക് ചെയ്യുന്നത് അവർ സംസാരിക്കരുത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇൻഫ്ലേറ്റ് ആകും, അതുപോലെ തന്നെ അത് ഡീഫ്ലേറ്റും ആകും. അത് എയർ പോയിട്ട് ഇത് റിലീസ്. അപ്പോഴാണ് അതിൻ്റെ റീഡിങ് ഇതിൽ കാണിക്കും. സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ നോർമൽ പ്രഷർ മേലെ 120, താഴെ 80 ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ പ്രഷർ കാണിച്ചിരിക്കുന്നത് 127, 76, 127/76 ആണ് കാണിച്ചിരിക്കുന്നത് റീഡിങ്. പൾസ് റേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പൾസ് റേറ്റും അറിയാൻ സാധിക്കും. 69 ആണ് പൾസ് റേറ്റ്. ഇതാണ് ഇതിൻ്റെ അതായത് നമുക്ക് ഇലക്ട്രോണിക് BP ഇൻസ്ട്രുമെൻ്റ് വീടുകളിൽ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മിക്കവാറും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. ഇപ്പോൾ വീടുകളിൽ എല്ലാവരും മെഡിസിനൊക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ.